കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, സൈന്യം രംഗത്തിറങ്ങിക്കഴിഞ്ഞു, അവരുടെ ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കൊപ്പം അപകടമുഖത്തേക്ക്, ദുരന്തമുഖത്തേക്ക് എത്തിച്ചേരാൻ മാധ്യമപ്രവർത്തകർക്കും കഴിഞ്ഞിട്ടുണ്ടോ? സൈന്യം ഇപ്പോൾ കാണുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ദുരന്തമുഖത്തേക്ക് കൂടുതൽ ശക്തമായ സൈനിക സംവിധാനം ഉണ്ടാകുന്നു. ഒപ്പം അവിടെ മഴയുണ്ടാകുന്നുണ്ടോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തെ ദുർഘടമാക്കുമോ, മന്ദഗതിയിലാക്കുമോ എന്ന പ്രതിസന്ധിയുണ്ട്. എന്തായാലും സൈന്യം കളത്തിലിറങ്ങുന്നതോടുകൂടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനാകുമെന്നതാണ്. 40 അംഗ സൈനിക സംഘമാണ്, കരസേനാ സംഘമാണ്, ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. മിനിറ്റുകൾക്കകം അവിടെ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനം അവിടെ ഏറ്റെടുക്കുകയാണ്. ബൈജു, സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞോ? തീർച്ചയായും അവരുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. സൈന്യം അല്പസമയം മുമ്പാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് സൈന്യം എത്തി. നേരിട്ട് നമ്മളിപ്പോൾ നേരത്തെ രാവിലെയൊക്കെ നമ്മൾ കാണിച്ച സ്ഥലത്ത് ആ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇപ്പോൾ സൈന്യത്തിന്റെ സംഘമുള്ളത്. അവരവിടെ ഇപ്പോൾ നടത്തുന്ന ഈ തെരച്ചിലിലെ സംഭവത്തിലും ആ സ്ഥലത്തെ കുറിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് സ്ഥിരീകരിക്കാത്ത ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് സൈത്തെ. അത് നമുക്ക് സ്ഥിരീകരിക്കാനുണ്ട്. ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയതായി ഒരു സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. നമുക്ക് അതിലൊരു സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു വാഹനം, ഒരു ലോറിയുടെ ഒരു ഭാഗം കണ്ടതായി നമുക്കൊരു വിവരമുണ്ട്. അതേതായാലും ഒരു സ്ഥിരീകരിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷയാണ് ഇനിയുള്ള മണിക്കൂറുകൾക്ക് നമുക്ക് ലഭിക്കുന്നത്. ആ വാഹനത്തിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് കഴിയും. പക്ഷെ അതിനൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും സൈന്യം കൂടി എത്തിയതോടുകൂടി പ്രതീക്ഷ ഇരട്ടിയാക്കുന്നു. മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന പരിശോധനാ സംഘങ്ങളെല്ലാം, രക്ഷാദൌത്യ സേനകളെല്ലാം ഇവിടെയുണ്ട്. അവരോടൊപ്പം സൈന്യം കൂടി ചേരുന്നതോടുകൂടി ഈ തെരച്ചിൽ ഇനി മറ്റൊരു അത്രയും ഊർജിതമായ രീതിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാലും എത്രയും പെട്ടെന്ന് അർജുനിലേക്ക് എത്താൻ സാധിക്കും, അത് ഇനി വലിയ സമയം വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ കയറ്റിവിട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രവൃത്തി നടത്തുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സൈന്യം തെരച്ചിൽ നടത്താൻ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് നൽകാനാവും. ആ സംഘം അവർ 3 വാഹനങ്ങളും 2 ജീപ്പുകളിലുമായാണ് ഈ സംഘം എത്തിയത്. 40 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിയത്. രാവിലെ 10 മണിക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും വളരെ വൈകി 2 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഈ സൈന്യം ഈ കളത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി വേഗത കൈവരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ എല്ലാ സേനാ വിഭാഗങ്ങളും ഒരുമിക്കുന്ന ഒരു കാഴ്ച, അർജുനായുള്ള വലിയ തെരച്ചിൽ ഇവിടെ നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഒപ്പം ഈ സമീപ പ്രദേശത്തെ പുഴയിലും നേവിയുടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഈ പുഴയിൽ നേരത്തെ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒഴുക്കിൽപ്പെട്ടോ മറ്റോ ഏതെങ്കിലും കാരണവശാൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി കണ്ടെത്താനുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും 3 ജീവനുകളാണ് ഇപ്പോൾ ഈ മണ്ണിനടിയിലുള്ളത്. നമ്മുടെ അർജുന്റേത് ഉൾപ്പെടെ 3 ജീവനുകൾ ഈ മണ്ണിനടിയിലുണ്ട്. 3 മിസ്സിംഗ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വലിയ ദുരന്തമുണ്ടായ ഒരു സ്ഥലമാണ്. വളരെ വൈകി 6 ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നതും വളരെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും പരിശോധന തുടരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയതായുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ആ കാര്യത്തിൽ ഉടൻ നമുക്കൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ അവിടുന്ന് പങ്കുവയ്ക്കാൻ വരുന്ന മിനിറ്റുകളിൽ കഴിയും. പ്രേക്ഷകർ കാത്തിരിക്കുക. ചില സൂചനകളുണ്ട്, ഞങ്ങൾ ഉറപ്പിക്കുന്നില്ല, പക്ഷേ ചില സൂചനകൾ ലഭ്യമാവുന്നുണ്ട്. ചില വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതായ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ പരിശോധനയിൽ അത് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ത്യൻ കരസേന. അവരുടെ ഇടപെടൽ ആരംഭിച്ചിരിക്കുന്നു. ദുരന്തമുഖത്ത് അവരുടെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ തുടരുകയാണ്. 3 ജീവനുകളാണ് മണ്ണിനടിയിൽ മിസ്സിംഗ് കേസുകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് മലയാളിയായ അർജുൻ, മറ്റു 2 പേരും അവിടെ ഈ തരത്തിൽ പ്രദേശവാസികളും അവിടെ യാത്ര ചെയ്തിരുന്നവരുമാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ശ്രമം തുടരുന്നത്. മണ്ണിനടിയിൽ പൂണ്ടുപോയ ആ വാഹനങ്ങൾ
അത് കണ്ടെത്തുക എന്ന വലിയ ദൗത്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരുപക്ഷെ ഈ ദുരന്തം നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് സംഭവിച്ചത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഇടം, അങ്ങനെയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും മണ്ണിനടിയിൽ നിന്നും ആ വാഹനം നമുക്ക് ഈ 6-ാം ദിവസമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്, അർജുനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ദൗത്യം കരസേന സൈന്യം ഏറ്റെടുക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അതിലേക്കാണ് പോകുന്നത്. ഇതിനിടയിലാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ, ചില വാഹന ഭാഗങ്ങൾ കണ്ടു എന്ന സൂചന കൂടി വരുന്നത്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല, സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുക. എന്തായാലും വരുന്ന മിനിറ്റുകൾ നിർണായകമാണ്. അവിടെ വ്യക്തതയുണ്ടാകും, കൃത്യമായ ചിത്രം നൽകാൻ കഴിയും. പ്രേക്ഷകർ കാത്തു നിൽക്കുക. തത്സമയ വിവരങ്ങൾ വിരൽ തുമ്പിലുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ ഈ വിവരങ്ങളിലേക്ക് എത്താം. ബൈജു